ഹലോ, ഞാൻ ജൂലിയ രാകേഷ്. അപ്പം നമ്മുടെ ഏഞ്ചൽ നമ്പർ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 333. ഈ 33 നമ്മളോട് എന്താ പറയുന്നതെന്ന് വെച്ച്, അതായത് പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്ന് ഒരു കയറ്റം, അതാണ്. അപ്പം നമ്മൾ ജോത്സ്യൻ്റെ അടുത്ത് പോയാൽ അത് തന്നെയാണ് അവർ കവടി നിരത്തിയിട്ട് പറയുന്നത്. അത് തന്നെയാണ് ഒരു പുരോഗതിയുടെ സമയമായിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന അമ്പലത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയാണെന്ന് വെച്ചാൽ പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം. അത് തന്നെയാണ് ഇവിടെ ഡിവൈൻ എനർജി അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളോട് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഒരു പടി മുന്നിലേക്ക് ഉയരാൻ പോകണം. ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നവർക്ക് അവർക്ക് ജോലി ശരിയാവും, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ നിന്ന് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ഇൻക്രിമെൻ്റ് കിട്ടും. ഇപ്പോൾ ഫാമിലി ഒരുപാട് സ്ട്രഗിളിലാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ഫാമിലി നല്ലൊരു ഇപ്പോൾ ഭാര്യ ഭർത്താവൊക്കെ ആണെങ്കിൽ നല്ലൊരു ബന്ധം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു ബന്ധം ശരിയാവാൻ പോകുന്നു. അതാണ് ഈ 3-3യുടെ അർത്ഥം. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ദൈവമേ നന്ദി, നീ കൂട്ടുന്നേ. അതായത് നമ്മളിത് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് കാണില്ല. കണ്ടാൽ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ പ്രപഞ്ചത്തിനോടോ അല്ലെങ്കിൽ ദൈവത്തിനോടോ നന്ദി പറയാൻ നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ പോസിറ്റീവ് ആയിരിക്കണം. അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുന്നിൽ വരുമ്പോൾ അത് രക്ഷപ്പെടാനുള്ളതാണോ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പിടുമ്പോൾ നമ്മളത് പിടിക്കാൻ പറ്റണമെങ്കിൽ നമുക്കത് അറിയണം ഇത് കച്ചിത്തുരുമ്പാണോ എന്നുള്ളത്. അതാണ് പോസിറ്റീവ്. ഒരു കഥ പറഞ്ഞുതരാം. അതായത് ഒരു വെള്ളപ്പൊക്കത്തിൽ വീടൊക്കെ മുങ്ങി ഒരാൾ വീടിൻ്റെ മേലെ കയറിയിരിക്കണം. ആൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവം എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? വാഴയുടെ ഇതുണ്ടല്ലോ, വാഴമുങ്ങല്ല. അപ്പോൾ അതിൻ്റെ ഒരു വാഴ മുഴുവനായിട്ട് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആളെന്ത് ചെയ്തു? വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവം നിന്നെ രക്ഷിക്കണം, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ? വീണ്ടും പപ്പായയുടെ ഒരു മരം അയച്ചു കൊടുത്തു. അപ്പോഴും അയാൾ അതിൽ കയറിയില്ല. മൂന്നാമത് അയച്ചു കൊടുത്തു. മൂന്നാമത് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ പ്രാർത്ഥനയ്ക്ക് വെള്ളം കൂടിക്കൊണ്ട് പോകുന്നു, വൈകുന്നേരം ആവാറായി, ഇരുട്ടാവാറായി, എന്നെ ഒന്ന് കരകയറ്റാന്ന് പറഞ്ഞു. അപ്പോൾ വാതിലുണ്ടല്ലോ, വാതിലിങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോഴും അയാൾ അതിൽ കയറി രക്ഷപ്പെട്ടില്ല. വീണ്ടും ചോദിച്ചു, ഭഗവാനെ നീ എന്നെ രക്ഷിക്കുന്നുണ്ടോ? ഭഗവാൻ വന്ന് പറഞ്ഞു, ഞാൻ നിന്റെ മുന്നിലൂടെ രക്ഷപ്പെടാനുള്ള 3 വഴികൾ കാണിച്ചു, നീ അതിലൊന്നും കയറി രക്ഷപ്പെട്ടില്ല. അതാണ് പറയുന്നത്, നമ്മൾ പോസിറ്റീവാണ്. നമ്മുടെ മുന്നിൽ വരുന്ന രക്ഷപ്പെടാനുള്ളതാണോ കച്ചിത്തുരുമ്പാണോ എന്ന് നമുക്ക് തിരിച്ചറിയണം. അതൊരു പോസിറ്റീവായവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ.